Welcome to AAA Profit Analytics weekly market view dated 5th October. ഇന്ന് നമ്മൾ കവർ ചെയ്യുന്നത് 7th മുതൽ 11th October വരെയുള്ള വീക്കാണ്. നെക്സ്റ്റ് വീക്കിലും ഒരു ഹോളിഡേ വരുന്നുണ്ട്. 8th October ദസ്റ്റയുടെ ഹോളിഡേ ആണ്. അത് കഴിഞ്ഞ വീക്കിലും ഒരു ഹോളിഡേ വരികയുണ്ടായി. നോർമലി ഒരു ഹോളിഡേ ഇടയിൽ വരുമ്പോൾ ഇപ്പോൾ ഈ വീക്കിലി ഓപ്ഷൻസ് എക്സ്പയറി തേഴ്സ്ഡേ വന്നതിന് ശേഷം അതിനിടയിൽ ഒരു ഹോളിഡേ കൂടെ വരുമ്പോൾ മാർക്കറ്റിൽ പലപ്പോഴും ഓപ്ഷൻ റൈറ്റേഴ്സ് കൂടുതൽ മാർജിൻ ഓപ്ഷൻ റൈറ്റിംഗിലേക്ക് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഉപയോഗിക്കുന്നതുകൊണ്ടും മറ്റും മാർക്കറ്റിനൊരു കൃത്യമായിട്ടുള്ളൊരു ട്രെൻഡ് അങ്ങനെയുള്ള ഹോളിഡേയ്സ് വരുന്ന വീക്സിൽ ലഭിക്കുന്നില്ല എന്നുള്ളൊരു വളരെ ഇമ്പോർട്ടൻറ്റ് പോയിന്റ് ഉണ്ട്. അത് ഒന്ന് എല്ലാ ട്രേഡേഴ്സും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടൊന്ന് നോട്ട് ചെയ്യേണ്ട ഒരു പോയിന്റാണ്. അതുപോലെ കഴിഞ്ഞ വീക്കിൽ നമുക്കറിയാം മാർക്കറ്റ് ഒരു വലിയൊരു റാലിക്ക് ശേഷം ഒരു കൺസോളിഡേറ്റ് ചെയ്യുന്നതാണ് നമ്മൾ കണ്ടത്. ഓൾമോസ്റ്റ് ഒരു 38 പോയിന്റ്സിൻ്റെ ഒരു കറക്ഷനാണ് കഴിഞ്ഞ വീക്കിൽ നമ്മൾ കണ്ടത്. പക്ഷേ നമുക്കറിയാം അതിന് മുന്നോടിയായിട്ട് ഓൾമോസ്റ്റ് 1024 പോയിന്റ്സിൻ്റെ അല്ലെങ്കിൽ ഒരു 9.59% ഒരു ഹൈ റാലി കഴിഞ്ഞ മാർക്കറ്റിൽ ഒരു ഓൾമോസ്റ്റ് ഒരു 500 പോയിന്റ്സ് 536 പോയിന്റ്സിൻ്റെ ഒരു കറക്ഷനാണ് കഴിഞ്ഞ വീക്കിൽ കണ്ടത്. വളരെ നാച്ചുറലാണ് ആ ഒരു കറക്ഷൻ. കഴിഞ്ഞ വീക്കിലെ ഒരു കറക്ഷന് കൂടുതൽ മാർക്കറ്റിൻ്റെ അടുത്തൊരു സെൽ ഓഫ് ആയിട്ട് ഞാൻ കാണുന്നില്ല. ഒരു ഹെവി ആയിട്ടുള്ള റാലിയും അതുപോലെ തന്നെ നമുക്കറിയാം സെപ്റ്റംബർ മന്തിലെ ഫ്യൂച്ചേഴ്സ് എക്സ്പയറിയും എല്ലാം കൂടെ ഒരുമിച്ച് വന്നപ്പോൾ ആ ഷോർട്ട് കവറിങ്ങിന് കുറച്ചുകൂടെ ഫോഴ്സ് കൂടുതലായിരുന്നു. അതുകൊണ്ടാണ് അത്രയും ഹെവി ആയിട്ടുള്ള റാലിയോടുകൂടി 11,694 വരെയൊക്കെ മാർക്കറ്റ് ഇത്രയും വളരെ ചുരുങ്ങിയ ദിവസങ്ങൾ കൊണ്ട് തന്നെ ഒരു റാലി നടന്നത്. അതിനുശേഷം ഒരു നോർമലായിട്ടുള്ള ഒരു ലെവലിലേക്ക് മാർക്കറ്റ്, അതായത് ഒരു 200 DMA താഴെയാണ് ഇപ്പോൾ ഫ്രൈഡേയിൽ ക്ലോസ് ചെയ്തിട്ടുള്ളത്. മാർക്കറ്റ് എന്തായാലും 11,000-ന്റെ ഒരു സപ്പോർട്ട് ലെവൽ ഹോൾഡ് ചെയ്തുകൊണ്ട് വരും ദിവസങ്ങളിൽ മാർക്കറ്റ് മുകളിലേക്ക് തന്നെ ഉള്ള ട്രെൻഡ് കണ്ടിന്യൂ ചെയ്യുമെന്ന് തന്നെയാണ് ഞാൻ ബേസിക്കലി പ്രതീക്ഷിക്കുന്നത്. കഴിഞ്ഞ വീക്കിൽ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ 25 ബേസിസ് പോയിന്റ്സിന്റെ റിപ്പോ റേറ്റ് കട്ട് ചെയ്യുകയാണ് ചെയ്തിട്ടുള്ളത്. അത് 5th കോൺസിക്യൂട്ടീവ് ആയിട്ടുള്ള റേറ്റ് കട്ടാണ് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ നടത്തിയിട്ടുള്ളത്. കഴിഞ്ഞ 8 മന്ത്സിലുള്ള 5th കോൺസിക്യൂട്ടീവ് റേറ്റ് കട്ടാണ്. അതോടൊപ്പം തന്നെ അക്കോമഡേറ്റീവ് സ്റ്റാൻസ് ആണ് RBI അഷ്യൂർ ചെയ്തിട്ടുള്ളത്. അതായത് വരും ദിവസങ്ങളിൽ എക്കണോമി റിവൈവ് ചെയ്യാനായിട്ട് വീണ്ടും റേറ്റ് കട്ട്സ് നമുക്ക് പ്രതീക്ഷിക്കാമെന്നുള്ള ഒരു അഷുറൻസ് ആണ് റിസർവ് ബാങ്ക് കഴിഞ്ഞ പോളിസി റിവ്യൂവിന് ഡിക്ലെയർ ചെയ്തിട്ടുള്ളത്. എന്തായാലും പക്ഷേ നമുക്ക് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ മറ്റൊരു കാര്യം കൂടെ, വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം കൂടെ കഴിഞ്ഞ ദിവസം പോളിസി റിവ്യൂവിൽ ഡിക്ലെയർ ചെയ്ത് GDP ഫോർകാസ്റ്റിൽ ഗ്രോത്ത് പ്രൊജക്ഷൻ ഫൈനാൻഷ്യൽ ഇയർ 2020 6.9 നിന്ന് 6.1 കുറച്ചിട്ടുണ്ട്. അതാണ് അന്ന് ഫ്രൈഡേയിൽ മാർക്കറ്റിന് സംബന്ധിച്ചിടത്തോളം വളരെ നെഗറ്റീവ് ആയിട്ടുള്ള ഒരു പോയിന്റ് ആയിട്ട് കണ്ടത്. ഒരു ഷാർപ്പായിട്ടുള്ള ഒരു GDP-യുടെ ഫോർകാസ്റ്റ് റെഡ്യൂസ് ചെയ്തു 6.9 നിന്ന് 6.1 കുറച്ചു. എന്നാൽ അതൊരു വലിയൊരു ചേഞ്ച് തന്നെയാണ്. അതുകൊണ്ടാണ് മാർക്കറ്റ് അന്ന് അത് റിയാക്ട് ചെയ്തത്. പക്ഷേ 11,000 മുകളിൽ മാർക്കറ്റ് കണ്ടിന്യൂ ചെയ്യും എന്ന് തന്നെയാണ് ഞാനിപ്പോൾ പ്രതീക്ഷിക്കുന്നത്. എന്തായാലും റിപ്പോ റേറ്റ് 5.15 5.4% നിന്ന് റിപ്പോ റേറ്റ് ഇപ്പോഴത്തെ 5.15 ഇനി അടുത്ത പോളിസി റിവ്യൂ വരെയും കണ്ടിന്യൂ ചെയ്യുക. ആ റിപ്പോ റേറ്റിൻ്റെ കട്ട് എന്തായാലും ഫിനാൻഷ്യൽ സെക്ടറിലുള്ള സ്റ്റോക്സിന് ഒരു പോസിറ്റീവ് ന്യൂസ് ആണ്. പക്ഷേ GDP-യിലുള്ള ഈ GDP-യുടെ റേറ്റ് കട്ട് ചെയ്തുകൊണ്ടുള്ള ഡിക്ലറേഷൻ വന്നതുകൊണ്ടാണ് ഫ്രൈഡേയിൽ മാർക്കറ്റ് അതിന് ഡിസ്കൗണ്ട് ചെയ്തുകൊണ്ടുള്ള ഒരു സെൽ ഓഫ് ആണ് നമ്മൾ ഫ്രൈഡേയിൽ കണ്ടത്. ഫ്രൈഡേയിൽ ഓൾമോസ്റ്റ് 139 പോയിന്റ്സിൻ്റെ ഒരു സെൽ ഓഫ് നമ്മൾ കാണുകയുണ്ടായി. പക്ഷേ മാർക്കറ്റിൻ്റെ ഇത്രയും ഹെവി ആയിട്ടുള്ള റാലി കഴിഞ്ഞ് നിൽക്കുന്ന മാർക്കറ്റിൽ എസ്പെഷ്യലി ഒരു 25 ബേസിസ് പോയിന്റ്സിൻ്റെ റിപ്പോ റേറ്റ് മാർക്കറ്റ് എക്സ്പെക്ട് ചെയ്തിരുന്നതാണ്. അതുകൊണ്ട് അതിനൊരു പോസിറ്റീവ് ആയിട്ടുള്ളൊരു ന്യൂസ് ഓൾറെഡി ഡിസ്കൗണ്ടഡ് ആണ് പ്രൈസിലായിരുന്നത്. അതുകൊണ്ടാണ് അന്നൊരു കറക്ഷൻ ഉണ്ടായിട്ടോ അന്ന് ഫ്രൈഡേയിൽ നമ്മളൊരു കറക്ഷനോടുകൂടി മാർക്കറ്റ് ക്ലോസ് ചെയ്തത്. അടുത്തായി നമുക്കിനി നെക്സ്റ്റ് വീക്ക് കഴിഞ്ഞ വീക്കിലെ ഒരു ട്രേഡിംഗ് പാറ്റേൺ ഒന്ന് നോക്കാം. കഴിഞ്ഞ വീക്കിൽ നിഫ്റ്റി ക്ലോസ് ചെയ്തിരിക്കുന്നത് 11,174 338 പോയിന്റ്സ് അല്ലെങ്കിൽ 2.93% ഡൗൺ ആയാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. അതേസമയം പ്രീവിയസ് വീക്കിൽ 238 പോയിന്റ്സ് മുകളിലേക്കാണ് മാർക്കറ്റ് ക്ലോസ് ചെയ്തിരുന്നത്, അല്ലെങ്കിൽ 2.11% അപ്വേർഡ് മൂവ്മെന്റ് ആയിരുന്നെങ്കിൽ ഈ വീക്കിൽ അത് ഓൾമോസ്റ്റ് ഗെയിൻ എല്ലാം തിരിച്ചു മാർക്കറ്റിൽ കൊടുത്തുകൊണ്ടുള്ള ഒരു കറക്ഷനോടുകൂടിയാണ് മാർക്കറ്റ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. നമ്മൾക്ക് കഴിഞ്ഞ ഫ്രൈഡേയിൽ മാർക്കറ്റ് ക്ലോസ് ചെയ്തിരുന്നത് 11,512 അതിനുശേഷം 30th സെപ്റ്റംബറിന് 37 പോയിന്റ്സ് ഡൗൺ ആയും 1st ഒക്ടോബറിന്
14 പോയിന്റ്സ് ഡൗൺ ആയും. അതുപോലെ സെക്കൻഡ് ഹോളിഡേ ആയിരുന്നു. തേർഡിന് 45 പോയിന്റ്സ് താഴ്ന്നും. അതുപോലെ 4th ഒക്ടോബറിന് 139 പോയിന്റ്സ് താഴ്ന്നുമാണ് മാർക്കറ്റ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. അതായത് കഴിഞ്ഞ വീക്കിൽ 4 ട്രേഡിംഗ് ഡേയ്സും മാർക്കറ്റ് നെഗറ്റീവായി തന്നെയാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. അത് 338 പോയിന്റ്സ് ആണ് കഴിഞ്ഞ വീക്കിലി ലോസ് നോക്കുമ്പോൾ. നമുക്കിനി അടുത്തായിട്ട് നിഫ്റ്റിയുടെ വീക്കിലി ചാർട്ട് ഒന്ന് നോക്കാം. നിഫ്റ്റിയുടെ വീക്കിലി ചാർട്ടിൽ നമുക്ക് കാണാം 12,103 നിന്നുള്ള ഒരു കറക്ഷൻ 10,637 വരെയാണ് വന്നത്. അതിനുശേഷമുള്ള അപ്വേർഡ് മൂവ്മെന്റിൽ 11,554 ഒരു അപ്പർ റേഞ്ചിൽ ടെസ്റ്റ് ചെയ്തതിന് ശേഷം നമുക്കറിയാം കഴിഞ്ഞ വീക്കിൽ 238 പോയിന്റ്സിൻ്റെ അപ്വേർഡ് മൂവ്മെൻറ്റും അതിനുശേഷം ഈ വീക്ക്ലി ക്യാൻഡലിൽ 338 പോയിന്റ്സിൻ്റെ ലോസുമാണ് നമുക്കിപ്പോൾ കാണാൻ സാധിക്കുന്നത്. എന്തായാലും നമുക്ക് ഈ വീക്കിൽ നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാവുന്നത് മാർക്കറ്റ് ഒരു 11,000 സപ്പോർട്ട് ഹോൾഡ് ചെയ്തുകൊണ്ട് നെക്സ്റ്റ് ലെവലായിട്ടുള്ള ഒരു 11,489 ലെവലിലേക്കുള്ള ഒരു അപ്വേർഡ് മൂവ്മെൻ്റ് ആണ് ഞാൻ എക്സ്പെക്റ്റ് ചെയ്യുന്നത്. എന്തായാലും നിഫ്റ്റിക്ക് അടുത്ത വീക്കിൽ ഞാൻ എക്സ്പെക്ട് ചെയ്യുന്ന ഒരു ട്രേഡിംഗ് റേഞ്ച് 11,000 അതുപോലെ തന്നെ 11,489 എന്നുള്ളൊരു ലെവലാണ്. അടുത്തായിട്ട് നമുക്കിനി നിഫ്റ്റിയുടെ ഒരു ഡിമാൻഡ് സപ്ലൈ സോൺ നോക്കാം. മാർക്കറ്റിൻ്റെ ഹെവി ആയിട്ടുള്ള ഒരു റാലിയും അതുപോലെ തന്നെ അതിനുശേഷമുള്ള ഈ ഒരു കറക്ഷനും മൂലം നമുക്കൊരു ഡിമാൻഡ് സോൺ അതുപോലെ തന്നെ സപ്ലൈ സോൺ ഫിക്സ് ചെയ്യുമ്പോൾ കുറച്ച് കൂടുതൽ വലിയൊരു ഗ്യാപ്പിലുള്ള ഒരു ഡിമാൻഡ് സോണും സപ്ലൈ സോണും ആണ് നമുക്ക് കാണാൻ സാധിക്കുക. നെക്സ്റ്റ് വീക്കിൽ ഈ രണ്ട് ഡിമാൻഡ് സോണും സപ്ലൈ സോണും നെക്സ്റ്റ് വീക്കിൽ ടെസ്റ്റ് ചെയ്യാനുള്ള പ്രോബബിലിറ്റിയും വളരെ കുറവാണ്. എന്തായാലും നമുക്ക് കാണാം നിഫ്റ്റിയുടെ ഡെയിലി ചാർട്ടിലുള്ള ഈ ഡിമാൻഡ് സോൺ സപ്ലൈ സോൺ വരുന്നത് 11,839 ആണ്. അതുപോലെ തന്നെ 11,969 ആണ് അപ്പർ റേഞ്ചിലുള്ളത്. അതുപോലെ ഡിമാൻഡ് സോൺ നമുക്ക് ഫിക്സ് ചെയ്യുമ്പോൾ കാണാൻ സാധിക്കുന്നത് 10,782 അതുപോലെ തന്നെ 10,895 എന്നുള്ളൊരു ലെവലാണ് ഡിമാൻഡ് സോണായിട്ട് നിലനിൽക്കുക. എന്തായാലും നെക്സ്റ്റ് വീക്കിൽ ഈ രണ്ട് സോണും ടെസ്റ്റ് ചെയ്യുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നില്ല. പക്ഷേ അപ്വേർഡ് സപ്ലൈ സോണായിട്ടുള്ള 11,839 ടെസ്റ്റ് ചെയ്യാൻ മാർക്കറ്റിന് ഒരു പക്ഷേ ഒക്ടോബറിൽ സാധിക്കും എന്ന് തന്നെയാണ് ഞാൻ എക്സ്പെക്റ്റ് ചെയ്യുന്നത്. അതുപോലെ നമുക്ക് നിഫ്റ്റിയുടെ ഇനി മെയിൻ ചാർട്ട് ഒന്ന് നോക്കാം. നിഫ്റ്റിയുടെ 200 DMA വരുന്നത് 11,269 അതിന് താഴെ വന്നാണ് മാർക്കറ്റ് 11,174 വീക്കിൽ ക്ലോസ് ചെയ്തിട്ടുള്ളത്. എന്തായാലും ഈ കറക്ഷന് ഫസ്റ്റ് ക്ലിയർ ആയിട്ടുള്ള ഒരു സപ്പോർട്ട് ലെവലായിട്ട് നിൽക്കുക 11,040 ആണ്. അതിന് താഴെ ഉള്ള നെക്സ്റ്റ് സപ്പോർട്ട്സ് വരുന്നത് 10,805 10,637 തന്നെയാണ്. അത് പക്ഷേ ഞാൻ ആൻറ്റിസിപ്പേറ്റ് ചെയ്യുന്നത് മാർക്കറ്റിൽ 11,000 മുകളിൽ നിന്നുകൊണ്ട് തന്നെ മാർക്കറ്റ് റിവേഴ്സ് ചെയ്ത് 200 DMA ആയിട്ടുള്ള 11,269 മുകളിൽ ഒരു ക്ലോസിംഗ് ലഭിക്കുകയാണെങ്കിൽ 11,489 മാർക്കറ്റ് മൂവ് ചെയ്യുന്നത് തന്നെയാണ്. നിഫ്റ്റിക്ക് 200 DMAക്ക് മുകളിലേക്ക് 11,269 മുകളിലേക്ക് ക്ലോസ് ചെയ്യാൻ സാധിച്ചാൽ നമുക്ക് 11,489 വരെയുള്ളൊരു മൂവ്മെൻ്റ് ആണ് നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാവുന്നത്. അതിന് മുകളിലുള്ള റെസിസ്റ്റൻസ് ആയിരിക്കും 11,757 ആയിട്ട് കണ്ടിന്യൂ ചെയ്യും. എന്തായാലും ഗവൺമെൻറ് വളരെയധികം എഫേർട്സ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് എക്കണോമിയിലൊരു റിവൈവൽ കൊണ്ടുവരുന്നതിന് വേണ്ടിയിട്ട്. അതുകൊണ്ട് തന്നെ ആ ഒരു ഇമ്പാക്റ്റ് മാർക്കറ്റിൽ പ്രതീക്ഷിക്കണം. ലോവർ ലെവൽസിൽ ഷോർട്ട് പോകുമ്പോൾ എസ്പെഷ്യലി നമ്മൾ വളരെ കെയർഫുള്ളായിട്ട് നമ്മൾ പൊസിഷൻസ് ഷോർട്ട് ഹോൾഡ് ചെയ്തുകൊണ്ട് ക്യാരി ഓവർ ചെയ്യുമ്പോഴെല്ലാം വളരെയധികം ശ്രദ്ധയോടുകൂടി ചെയ്യേണ്ട ഒരു പീരീഡാണ്. കാരണം നെഗറ്റീവ് മൂഡ് എല്ലാവരുടെയും ക്രിയേറ്റ് ചെയ്തതിന് ശേഷം മാർക്കറ്റ് പെട്ടെന്നുള്ള ഷാർപ്പായിട്ടുള്ള സ്പൈക്ക് നമ്മൾ കഴിഞ്ഞ ഫിനാൻസ് മിനിസ്റ്ററുടെ കഴിഞ്ഞ ടാക്സ് കട്ടിന് അനൗൺസ്മെൻറ്റിന് സമയത്ത് കണ്ടതുപോലെ തന്നെയുള്ള ഒരു ഷാർപ്പായിട്ടൊരു മൂവ്മെൻറ്റ്സ് ഇനി വരും ദിവസങ്ങളിൽ നമ്മൾ പ്രതീക്ഷിച്ചുകൊണ്ട് തന്നെ ഷോർട്ട് പൊസിഷൻസ് ക്യാരി ഓവർ ചെയ്യുമ്പോൾ വളരെ കെയർഫുള്ളായിട്ട് ചെയ്യേണ്ട ഒരു സമയമാണ്. എന്തായാലും കഴിഞ്ഞ ആഴ്ചയിലൊരു IPO നടക്കുകയുണ്ടായി. IRCTCയുടെ ഒരു IPO നടന്നത് 112 ടൈംസാണ് ഓവർ സബ്സ്ക്രിപ്ഷൻ വന്നിട്ടുള്ളത്. എന്തായാലും ഇൻസ്റ്റിറ്റ്യൂഷൻസിൻ്റെ ലെവലിൽ നിന്നും കാര്യമായിട്ടുള്ളൊരു പാർട്ടിസിപ്പേഷനാണ് ഈ IRCTCയുടെ IPOയിൽ നടന്നിട്ടുള്ളത്. എന്തായാലും മാർക്കറ്റിൽ വരുന്ന IPOസിൽ ഇതുപോലെയുള്ള നല്ല ഓവർ സബ്സ്ക്രിപ്ഷൻ വരുന്നത് മാർക്കറ്റിൻ്റെ ഒരു വളരെ പോസിറ്റീവായിട്ടുള്ളൊരു സെൻറ്റിമെൻറ്റ്സ് ക്രിയേറ്റ് ചെയ്യാനായിട്ട് തീർച്ചയായിട്ടും സാധിക്കും. അതോടൊപ്പം 15 ടൈംസാണ് റീറ്റെയിൽ പാർട്ടിസിപ്പേഷൻ വന്നിട്ടുള്ളത്. അതായത് മാർക്കറ്റിൻ്റെ കഴിഞ്ഞ ദിവസങ്ങളിലുള്ള ഒരു മൂവ്മെൻറ്റിൽ എന്തായാലും റീറ്റെയിൽ ക്ലയൻസിന് കാര്യമായിട്ടുള്ള ഒരു കോൺഫിഡൻസ് ഇല്ല എന്നുള്ളത് ഈ ഒരു 15 ടൈംസ് മാത്രമാണ് റീറ്റെയിൽ ക്ലയൻസ് എന്നുള്ള ഒരു
ഒരു പാർട്ടിസിപ്പേഷൻ വന്നിട്ടുള്ളത്. എന്തായാലും അതിൽ നിന്നും ഞാൻ എക്സ്പെക്ട് ചെയ്യുന്നത് റീറ്റെയിൽ ക്ലയൻസിന് കോൺഫിഡൻസ് വരാത്തിടത്തോളം കാലം മാർക്കറ്റ് ഇനി കറക്റ്റ് ചെയ്യില്ല എന്നുള്ളത് തന്നെയാണ്. അതായത് മാർക്കറ്റ് വരും ദിവസങ്ങളിൽ വീണ്ടും മുന്നോട്ട് പോവുകയും റീറ്റെയിൽ ക്ലയൻസ് വളരെ കോൺഫിഡൻ്റ് ആയിട്ട് ഇനി മാർക്കറ്റിലേക്ക് എൻട്രി ചെയ്ത് തുടങ്ങുന്ന ഒരു സമയത്ത് മാത്രമാണ് ഇനി ഒരു ഷാർപ്പായിട്ടുള്ള ഒരു കറക്ഷൻ, ഇനി ഒരു 11,000 താഴേക്ക് നമുക്കൊരു കറക്ഷൻ എക്സ്പെക്ട് ചെയ്യേണ്ടതുള്ളൂ എന്ന് തന്നെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. അതുപോലെ നമുക്കിനി വൊളാറ്റിലിറ്റി ഇൻഡെക്സിൻ്റെ റീഡിംഗ് കൂടെ ഒന്ന് നോക്കാം. വൊളാറ്റിലിറ്റി ഇൻഡെക്സ് 17.58 കഴിഞ്ഞ വീക്കിൽ ക്ലോസ് ചെയ്തിരിക്കുന്നത്. ഇത് പ്രീവിയസ് വീക്കുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ 16.11 സ്ലൈറ്റ്ലി എബോവ് വന്ന് ക്ലോസ് ചെയ്തിരിക്കുന്നത് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് വൊളാറ്റിലിറ്റി ഇൻഡെക്സ് മാർക്കറ്റിൻ്റെ ഒരു കൺസോളിഡേഷനും അപ്വേർഡ് മൂവ്മെൻറ്റും തന്നെയാണ് നമുക്ക് പ്രതീക്ഷിക്കാവുന്ന, ഈ റീഡിങ്ങിൽ നിന്ന് നമുക്ക് പ്രതീക്ഷിക്കാവുന്നത്. അപ്പോൾ മാർക്കറ്റിൻ്റെ ഒരു കൺസോളിഡേഷൻ ഫേസ് ഒരു പക്ഷേ 1 വീക്കോ 2 വീക്കോ കണ്ടിന്യൂ ചെയ്തേക്കാം. പക്ഷേ അവിടെ നിന്നും ഉള്ള ഒരു അപ്വേർഡ് മൂവ്മെൻറ്റ്, ഒരു 11,400 മുകളിലേക്കുള്ള ഒരു അപ്വേർഡ് മൂവ്മെൻ്റ് ആണ് ഇനി നമുക്ക് ആൻറ്റിസിപ്പേറ്റ് ചെയ്യാവുന്നത്. അടുത്തായി നമുക്കിനി നെക്സ്റ്റ് വീക്കിലെ ട്രേഡിംഗ് സ്ട്രാറ്റജി ഒന്ന് നോക്കാം. നെക്സ്റ്റ് വീക്കിൽ Q2 റിസൾട്ട്സ് ആയിരിക്കും ഇനി പ്രധാനമായിട്ടും മാർക്കറ്റിൻ്റെ ഡയറക്ഷൻ തീരുമാനിക്കുന്ന ഒരു പ്രധാന ഘടകം. നെക്സ്റ്റ് വീക്കിൽ നമുക്ക് Q2 റിസൾട്ട് ഡിക്ലെയർ ചെയ്യുന്ന പ്രധാനപ്പെട്ട കമ്പനീസ് TCSഉം ഇൻഡസിൻ ബാങ്കും 10th റിസൾട്ട് ഡിക്ലെയർ ചെയ്യുന്നത്. അതുപോലെ തന്നെ 11th ഇൻഫോസിസിൻ്റെ Q2 റിസൾട്ടും ഡിക്ലെയർ ചെയ്യും. അപ്പോൾ ഈ കമ്പനീസിൽ കുറേയധികം ട്രേഡിംഗ് ഓപ്പർച്യൂണിറ്റീസ് നമുക്ക് അടുത്ത വീക്കിൽ പ്രതീക്ഷിക്കാം. അതുപോലെ ഞങ്ങളുടെ AAA ഡെലിവറി റെക്കമെൻഡേഷൻസിൽ ഞങ്ങൾ കുറേയധികം പ്രോഫിറ്റ്സ് ബുക്ക് ചെയ്യാനായിട്ട് ഞങ്ങൾക്ക് കഴിഞ്ഞ 2 വീക്കിൽ സാധിക്കുകയുണ്ടായി. അതിലൊരു കഴിഞ്ഞ വീക്കിൽ പ്രോഫിറ്റ് ബുക്ക് ചെയ്തൊരു സ്റ്റോക്കാണ് കെൻസായി നെരോലാക് പെയിൻറ്റ്സ് എന്ന സ്റ്റോക്ക്. ഈ സ്റ്റോക്കിൽ ഞങ്ങൾ ഇൻവെസ്റ്റ് ചെയ്തിരുന്നത് 13th ഓഗസ്റ്റിന് 465 ലെവലിലാണ് ഞങ്ങൾ എൻ്റർ ചെയ്തിരുന്നത്. ഞങ്ങൾ കഴിഞ്ഞ വീക്കിലി സ്റ്റോക്കിൽ ഞങ്ങൾ 525 പ്രോഫിറ്റ് ബുക്ക് ചെയ്തത്. ഞങ്ങൾ പ്രോഫിറ്റ് ബുക്ക് ചെയ്തപ്പോൾ ഒരു 12% പ്രോഫിറ്റാണ് ഞങ്ങളത് ബുക്ക് ചെയ്തിരിക്കുന്നത്. ഞങ്ങളുടെ നോർമലി 12% ഒരു പ്രോഫിറ്റെങ്കിലും കിട്ടാവുന്ന രീതിയിലുള്ള റെക്കമെൻഡേഷൻ ആയിരിക്കും AAA ഡെലിവറി എന്നുള്ള രീതിയിൽ നമ്മൾ ഷോർട്ട് ടൈം ഇൻവെസ്റ്റ്മെൻറ്റിന് റെക്കമെൻഡ് ചെയ്യുന്ന സ്റ്റോക്കുകൾ. ഈ സ്റ്റോക്കുകളിൽ ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു 12 to 25% പ്രോഫിറ്റ് ബുക്ക് ചെയ്യാവുന്ന രീതിയിലായിരിക്കും നോർമലി ഈ സ്റ്റോക്കുകൾ ഞങ്ങൾ റെക്കമെൻഡ് ചെയ്യുന്നത്. എവരി മൺഡേ ആണ് ഞങ്ങൾ ഈ സ്റ്റോക്കുകൾ റെക്കമെൻഡ് ചെയ്യുന്നത്. ഞങ്ങൾക്ക് കഴിഞ്ഞ വീക്കിൽ മറ്റൊരു സ്റ്റോക്കിൽ കൂടെ ഞങ്ങൾക്ക് പ്രോഫിറ്റ് ലഭിച്ചത് BPCLിലെ AAA ഡെലിവറി റെക്കമെൻഡേഷനിലാണ്. ഞങ്ങൾ ഈ സ്റ്റോക്ക് റെക്കമെൻഡ് ചെയ്തിരുന്നത് 2 ആഴ്ചയ്ക്ക് മുമ്പ് 23rd സെപ്റ്റംബറിന് 435 ലെവലിലാണ്. ആ സ്റ്റോക്ക് കഴിഞ്ഞ വീക്കിൽ സെക്കൻഡ് ടാർഗറ്റ് ആയിട്ടുള്ള 540 ഞങ്ങൾ പ്രോഫിറ്റ് ബുക്ക് ചെയ്തപ്പോൾ ഞങ്ങൾക്ക് 24% പ്രോഫിറ്റ് 10 ഡേയ്സിൽ ബുക്ക് ചെയ്യാനായിട്ട് AAA ഡെലിവറി റെക്കമെൻഡേഷനായി BPCL സാധിക്കുകയുണ്ടായി. നമ്മൾ ഈ ചാനലിൽ നമ്മൾ BPCLിൻ്റെ ഈ റെക്കമെൻഡേഷൻസ് നമ്മൾ പല പ്രാവശ്യം ഡിസ്കസ് ചെയ്തിട്ടുള്ളതാണ്. ഞങ്ങൾ ഈ റെക്കമെൻഡേഷൻസിനെ കുറിച്ച് ഈ BPCLിൻ്റെ റെക്കമെൻഡേഷനിൽ ഞങ്ങൾ കഴിഞ്ഞ 2 വീക്കിലും ഡിക്ലെയർ നമ്മൾ ഡിസ്കസ് ചെയ്തതിൻ്റെ വീഡിയോസ് നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം. BPCL എന്നുള്ള കമ്പനി കഴിഞ്ഞ വീക്കിൽ BPCL ഒരു പക്ഷേ ഏതെങ്കിലും ഒരു ഇൻവെസ്റ്റർക്ക് ഗവൺമെൻറ് 100% ഡൈവേസ്റ്റ് ചെയ്യാനുള്ള പൊട്ടൻഷ്യൽ ഉണ്ടെന്നുള്ളൊരു ന്യൂസ് വന്നപ്പോൾ BPCL ഉയർന്നൊരു 408 ലെവലിലേക്കാണ് വന്ന് ക്ലോസ് ചെയ്തിരിക്കുന്നത്. നമുക്ക് കാണാം ഈ സ്റ്റോക്ക് ഒരു 546 ലെവലിൽ നിന്നെല്ലാം കറക്റ്റ് ചെയ്തതിന് ശേഷം ഈ സ്വിംഗ് ചാർട്ടിൽ കാണാം ഒരു ലോ വന്നിരുന്നത് 255 ലെവൽ വരെയുള്ളൊരു റോ വന്നതിന് ശേഷം ഇപ്പോൾ ഒരു മുകളിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഇങ്ങനെയുള്ള ഒരു സ്റ്റേക്ക് ഇങ്ങനെ ഗവൺമെൻറ് ഓഫ്ലോഡ് ചെയ്യാനുള്ളൊരു തീരുമാനമൊക്കെ വരികയാണെങ്കിൽ ഞാൻ ഇമ്മീഡിയറ്റ് ആയിട്ട് BPCLിൻ്റെ ഒരു പോസിറ്റീവ് ന്യൂസിനെ ബേസ് ചെയ്തുകൊണ്ടുള്ള ഒരു ടാർഗറ്റ് എക്സ്പെക്ട് ചെയ്യുന്ന ഒരു 440 അപ്പോൾ ഒരു BPCL നമുക്കൊരു ഷോർട്ട് ടൈം ഒരു 440 ടാർഗറ്റ് എക്സ്പെക്ട് ചെയ്തുകൊണ്ട് ഇൻവെസ്റ്റ്മെൻറ്റ് കൺസിഡർ ചെയ്യാവുന്നൊരു സ്റ്റോക്കാണ് BPCL. കഴിഞ്ഞ വീക്കിൽ ഞങ്ങളെല്ലാ മൺഡേ ആണ് AAA ഡെലിവറി റെക്കമെൻഡേഷൻസ് നൽകുന്നത്. കഴിഞ്ഞ വീക്കിൽ ഞങ്ങൾ നൽകിയിരുന്ന റെക്കമെൻഡേഷനാണ് BPCL 432 ലെവലിലാണ് ഞങ്ങൾ എൻ്റർ ചെയ്തിരുന്നത്. അവിടെ നിന്ന് വളരെ നല്ല രീതിയിലുള്ള മുന്നേറ്റമാണ് BPCL റെക്കോർഡ് ചെയ്തത്. 470 സ്റ്റോക്ക് കഴിഞ്ഞ ദിവസം ക്ലോസ് ചെയ്തിരിക്കുന്നത്. ഞാൻ BPCL ഇനി വിത്തിൻ 1 വീക്ക് ഞാൻ എക്സ്പെക്ട് ചെയ്യുന്നൊരു ടാർഗറ്റ് 490 ലെവലാണ്. BPCL
നമ്മുടെ യൂട്യൂബ് ചാനൽ വ്യൂവേഴ്സിനും അതുപോലെ തന്നെ ഞങ്ങളുടെ ട്രിപ്പിൾ ഡെലിവറി റെക്കമെൻഡേഷൻസിനുമുള്ള കുറേയധികം ക്ലയൻസിന് നല്ല രീതിയിലുള്ള പ്രോഫിറ്റ് നേടാൻ സാധിക്കുകയുണ്ടായി. എനിക്ക് കഴിഞ്ഞ വീക്കിൽ വളരെ ഹാപ്പി ആയിട്ടുള്ളൊരു മൊമെൻ്റ് ആയിരുന്നു. ഞങ്ങളുടെ ഒരു ക്ലയൻറ്റ് അദ്ദേഹത്തിൻ്റെ ട്രേഡിംഗ് ഡീറ്റെയിൽസ് എനിക്ക് BPCLിലൂടെ നേടിയ പ്രോഫിറ്റിൻ്റെ ഡീറ്റെയിൽസ് അയച്ചു തരികയുണ്ടായി. ഞാനത് ആ ഡീറ്റെയിൽസ് നിങ്ങളായിട്ടൊന്ന് ഷെയർ ചെയ്യാനായിട്ട് ആഗ്രഹിക്കുകയാണ്. പ്രത്യേകിച്ചും ഇപ്പോഴത്തെ ഒരു മാർക്കറ്റ് കണ്ടീഷൻസിൽ പലർക്കും എങ്ങനെയാണ് പ്രോഫിറ്റ് നേടുന്നത് എന്നതിനെക്കുറിച്ച് വളരെയധികം വറീഡാണ് പലരും അല്ലേ. അപ്പോൾ മാർക്കറ്റിൻ്റെ ഇങ്ങനെയുള്ള സിറ്റുവേഷൻസിലും അവിടെ ഉള്ള ഓപ്പർച്യൂണിറ്റീസിനെ ഐഡൻറ്റിഫൈ ചെയ്യുകയും അവിടെ ആ ഓപ്പർച്യൂണിറ്റീസിനെ ഉപയോഗിച്ചുകൊണ്ട് പ്രോഫിറ്റ് നേടാനായിട്ട് മടിച്ചു നിൽക്കാതെ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുകയും ചെയ്ത് പ്രോഫിറ്റ് നേടുന്നതും ആ മെത്തേഡിൽ യൂസ് ചെയ്യുമ്പോൾ എപ്പോഴും നമ്മൾക്കൊരു നല്ല കമ്പനീസിൽ മാത്രം ഇൻവെസ്റ്റ് ചെയ്യുകയും ചെയ്യുമ്പോൾ നമുക്ക് ഓൾമോസ്റ്റ് ഒരു 20%-ലധികം പ്രോഫിറ്റ് കിട്ടാവുന്ന രീതിയിലുള്ളൊരു ട്രേഡായിരുന്നു BPCL. അത് ഞങ്ങളുടെ ഈ ക്ലയൻറ്റ് അദ്ദേഹം ഓൾമോസ്റ്റ് ഒരു 5 lakhs-നാണ് BPCLിൻ്റെ സ്റ്റോക്സ് വാങ്ങിയിരുന്നത്. 1150 സ്റ്റോക്സാണ് അദ്ദേഹം വാങ്ങിയിരുന്നത്. വാങ്ങിയ റേറ്റ് ഒരു 435 ലെവലിലായിരുന്നു. അതിനുശേഷം അദ്ദേഹം ഞങ്ങളുടെ ഫസ്റ്റ് ടാർഗറ്റ് ആയിരുന്നു 490-ൽ, അതിൽ നിന്നൊരു 500 സ്റ്റോക്സ് അദ്ദേഹം അവിടെ വിൽക്കുകയുണ്ടായി. അതിനുശേഷം 650 സ്റ്റോക്സ് വിറ്റത്, ബാലൻസ് 650 സ്റ്റോക്ക് വിറ്റത് 540 ലെവലിലാണ്, അതായത് സെക്കൻഡ് ടാർഗറ്റിലായിരുന്നു. അപ്പോൾ അദ്ദേഹത്തിന് രണ്ട് ലെവലിലായിട്ട് സ്റ്റോക്സിൻ്റെ പ്രോഫിറ്റ് ബുക്ക് ചെയ്യുന്നതിൻ്റെ ഒരു ഇമ്പോർട്ടൻസ് കൂടിയാണ് ഇതിൽ നമ്മൾ കാണുന്നത്. അദ്ദേഹത്തിന് ഓൾമോസ്റ്റ് ഒരു 95,750 പ്രോഫിറ്റ് BPCL എന്നുള്ളൊരു സ്റ്റോക്കിൽ ഒരു ജസ്റ്റ് 10 ഡേയ്സിനുള്ളിൽ തന്നെ പ്രോഫിറ്റ് നേടാൻ സാധിച്ചു. അപ്പോൾ നമ്മുടെ മാർക്കറ്റ് കണ്ടീഷൻസ് മോശമാണെങ്കിലും അവിടെ നിന്നുള്ള അതിൻ്റെ റിക്കവറി ആൻറ്റിസിപ്പേറ്റ് ചെയ്തുകൊണ്ട് അങ്ങനെയുള്ള റിക്കവറിയിൽ ഏറ്റവും ഫാസ്റ്റായിട്ട് മൂവ് ചെയ്യുന്ന സ്റ്റോക്കുകളൊക്കെ ഐഡൻറ്റിഫൈ ചെയ്തുകൊണ്ടുള്ള പ്രൊഫഷണലായിട്ട് സപ്പോർട്ടോട് ട്രേഡ് ചെയ്യുമ്പോൾ കുറച്ച് കൂടുതൽ എമൗണ്ട് ഇൻവെസ്റ്റ് ചെയ്ത് അതിൽ പ്രോഫിറ്റ് നേടുന്നതിനാണ് ഇതിന് ഓൾമോസ്റ്റ് ഒരു 19%-ഓളം പ്രോഫിറ്റ് ഈ BPCLിലൂടെ നേടാനായിട്ട് അന്ന് സാധിക്കുകയുണ്ടായി. അതുപോലെയുള്ള പൊട്ടൻഷ്യൽ ഇപ്പോൾ ഞങ്ങളുടെ ഈ ട്രിപ്പിൾ ഡെലിവറി റെക്കമെൻഡേഷൻസിന് ഓൾമോസ്റ്റ് ഒരു 40,000 ആനുവലായിട്ട് ഫീ വരുന്നത്. അപ്പോൾ ആ ഒരു ആനുവൽ ഫീല് അതിനേക്കാളും ഡബിൾ പൈസ തന്നെ ഇതിൽ പ്രോഫിറ്റായിട്ട് നേടാൻ സാധിച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്കറിയാം പിഡിലൈറ്റും ബാറ്റ ഇന്ത്യയും അതുപോലെ കുറേയധികം സ്റ്റോക്കുകളിൽ ഞങ്ങൾ കഴിഞ്ഞ ദിവസങ്ങളിൽ പ്രോഫിറ്റ് ബുക്ക് ചെയ്തപ്പോഴും അദ്ദേഹം ഇതുപോലെ കാര്യമായിട്ടുള്ള എമൗണ്ട് ഒരു സ്റ്റോക്കുകളിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. അപ്പോൾ അതിൽ ആ ഓരോ സ്റ്റോക്കുകളിലും അദ്ദേഹത്തിന് ഇതുപോലെയുള്ള നല്ല പ്രോഫിറ്റ്സ് ബുക്ക് ചെയ്യാനായിട്ട് സാധിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് മാർക്കറ്റിലെ നമ്മൾ സ്റ്റോക്ക് മാർക്കറ്റിലെ പ്രോഫിറ്റ് നേടുക എന്ന് പറയുന്നത് നമുക്കറിയാം സ്റ്റോക്ക് പിക്കിംഗ് ആണ് അതിലേറ്റവും പ്രധാനം. അതിൽ മാർക്കറ്റിൻ്റെ കണ്ടീഷൻസ് നോക്കി ഭയന്ന് മാറിയിരിക്കുകയാണെങ്കിൽ പലപ്പോഴും നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് സാധിച്ചെന്നിരിക്കില്ല. കാരണം പലപ്പോഴും മാർക്കറ്റ് താഴേക്ക് പോകുന്നു എന്നുള്ള ഭയമായിരിക്കും. അതേസമയം നമുക്കറിയാം അല്ലെങ്കിൽ മാർക്കറ്റ് കുറേയധികം മുകളിൽ പോയി എന്നുള്ള അത് ആ കൺസേൺസ് ആകാം. അപ്പോൾ മാർക്കറ്റ് ഐഡിയലായിട്ട് നിൽക്കുന്ന ഒരു സമയത്ത് ഇൻവെസ്റ്റ് ചെയ്യുക എന്നത് പറയുന്നത് പലപ്പോഴും ഒരു തിയറി മാത്രമായിരിക്കും. അതേസമയം മാർക്കറ്റിൽ മുകളിലേക്കാണ് എന്ന് കൺവിൻസിങ് ആകുന്ന രീതിയിൽ റിട്ടെയിൽ ക്ലയൻസിന് എല്ലാവർക്കും കൺവിൻസ് ആകുന്ന സമയം ഒരു പക്ഷേ മാർക്കറ്റിൻ്റെ കറക്ഷൻ്റെ ബിഗിനിങ്ങും ആവുകയും ചെയ്യും. അപ്പോൾ മാർക്കറ്റിൻ്റെ കണ്ടീഷൻസിൻ്റെ അല്ലെങ്കിൽ എക്കണോമിയുടെ കണ്ടീഷൻസിനെയൊക്കെ ഇഗ്നോർ ചെയ്തുകൊണ്ട് നമ്മൾ മാർക്കറ്റിൽ ഉള്ള അവസരങ്ങൾ, ഇപ്പോഴുള്ള അവസരങ്ങൾ എങ്ങനെ ഉപയോഗിക്കാമെന്ന് ചിന്തിക്കുകയും ആ മാർക്കറ്റിലേക്ക് അലോട്ട് ചെയ്തിട്ടുള്ള നമ്മുടെ ക്യാപിറ്റൽ അങ്ങനെയുള്ള സ്റ്റോക്കുകളിൽ ഇൻവെസ്റ്റ് ചെയ്ത് എപ്പോഴും മാർക്കറ്റിന് ഇതുപോലെയുള്ള ഷാർപ്പ് റാലിയിൽ ഇപ്പോൾ ഞങ്ങൾ BPCL 540 ലെവലിൽ ഫുൾ പ്രോഫിറ്റും ബുക്ക് ചെയ്ത് കഴിഞ്ഞു. അങ്ങനെയൊരു അവസരം മാർക്കറ്റ് തരുമ്പോൾ നമ്മൾ വളരെ രണ്ട് കൈ നീട്ടിയ പ്രോഫിറ്റ് എടുത്ത് പോക്കറ്റിൽ ഇടുക എന്നുള്ളത് ചെയ്യേണ്ടത് നമ്മുടെ ഒരു ഉത്തരവാദിത്വമാണ്. അവിടെ വീണ്ടും അത്യാഗ്രഹത്തോടുകൂടി മാർക്കറ്റ് ഇനി മുകളിലേക്ക് പോകുമെന്ന് വെയിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കറിയാം ഇപ്പോൾ BPCL ഓൾറെഡി 540 ലെവലിൽ നിന്ന് താഴേക്ക് കറക്റ്റ് ചെയ്ത് കഴിഞ്ഞു കുറച്ച്. ഒരു പക്ഷേ അടുത്ത ദിവസങ്ങളിൽ വീണ്ടും അതൊരു കുറേ കൂടെ കറക്റ്റ് ചെയ്ത് പോയേക്കാം. അപ്പോൾ നമുക്ക് മാർക്കറ്റ് എപ്പോഴാണ് അവസരങ്ങൾ തരുന്നത് അവിടെ നമ്മൾ പെട്ടെന്നുള്ള ഡിസിഷൻസ് എടുത്തുകൊണ്ട് എൻട്രി ചെയ്യുന്നതും അതുപോലെ തന്നെ എക്സിറ്റ് ചെയ്യുന്നതും നമുക്ക് അവസരങ്ങൾ നമ്മൾ മുതലാക്കുക എന്നുള്ള കാര്യത്തിൽ നമ്മൾ മടിച്ചു നിൽക്കാതെ ക്വിക്കായിട്ട് ചെയ്യേണ്ടതിൻ്റെ ഒരു ഇമ്പോർട്ടൻസ് ആണ് നമ്മളിപ്പോൾ ഈ BPCLിൻ്റെ ഒരു എക്സാമ്പിളിലൂടെ കണ്ടത്. നമ്മുടെ വീക്കിലി ഓപ്ഷൻസ് സ്റ്റാർട്ട് ചെയ്തതിന് ശേഷം എല്ലാ തേഴ്സ്ഡേയിലും ഞങ്ങൾ ഓപ്ഷൻസ് റൈറ്റിംഗ് ചെയ്യാറുണ്ട്. നമുക്കറിയാം ഓപ്ഷൻസിൽ പല ഓപ്ഷൻസും വന്നു. ഓപ്ഷൻ എക്സ്പയറി ഡേയിൽ 0-ലാണ് അവസാനിക്കാറുള്ളത് അല്ലേ. അപ്പോൾ ഞങ്ങൾ ബാങ്ക് നിഫ്റ്റിയിലും ഓപ്ഷൻസ് റൈറ്റിംഗ് ചെയ്യാറുള്ളതാണ്. അന്ന് കഴിഞ്ഞ വീക്കിൽ ഞങ്ങൾ ചെയ്തത് കഴിഞ്ഞ തേഴ്സ്ഡേയിൽ നിഫ്റ്റിയുടെ 11,400 കോൾ ഓപ്ഷനാണ് സെല്ല് ചെയ്തത്. അന്ന് ഞങ്ങൾ ചെയ്തിരുന്നത് 10-നാണ് സെല്ല് ചെയ്തത്. അതിനുശേഷം 1-ൽ ഞങ്ങൾക്ക് അത് പ്രോഫിറ്റ് ബുക്ക് ചെയ്യാനായിട്ട് സാധിച്ചു. അപ്പോൾ ഒരു ലോട്ടിൽ ഒരു 750
rupees പ്രോഫിറ്റ് നമുക്ക് മാർക്കറ്റിൻ്റെ അന്നത്തെ എക്സ്പയറിയിൽ 0 ആവുന്നത് മനസ്സിലാക്കിയിട്ട് അത് ചെയ്യുമ്പോൾ ഒരു 750 rupees പ്രോഫിറ്റ് നമുക്കൊരു ലോട്ടിൽ ലഭിക്കും. അപ്പോൾ ഒരു 10 lots ചെയ്യുകയാണെങ്കിൽ ഒരു 7,500 പ്രോഫിറ്റ് നേടാനായിട്ട് നമുക്ക് 11,400 കോൾ ഓപ്ഷൻ്റെ റൈറ്റിങ്ങിലൂടെ സാധിക്കുകയുണ്ടായി. അതുപോലെ ഞങ്ങളന്ന് റൈറ്റ് ചെയ്തിരുന്ന ബാങ്ക് നിഫ്റ്റിയുടെ 28,800 കോൾ ഓപ്ഷൻ ആയിരുന്നു. അന്ന് ഞങ്ങളത് റൈറ്റ് ചെയ്തത് 50ക്കാണ്. ഞങ്ങൾ 50ക്ക് റൈറ്റ് ചെയ്തതിന് ശേഷം നമുക്ക് കാണാം അതിൽ ബാങ്ക് നിഫ്റ്റിയുടെ ഓപ്ഷൻസ് അന്ന് മാർക്കറ്റ് കോൾ ഓപ്ഷനാണ് റൈറ്റ് ചെയ്തിരുന്നത്. അതിനുശേഷം വളരെ അവിടെ നിന്നും വളരെ സ്പീഡിൽ അത് താഴേക്ക് പോയി 1ലാണ് വന്നത്. ഞങ്ങൾ 1ലാണ് ഞങ്ങളുടെ ടാർഗറ്റിൽ പ്രോഫിറ്റ് ബുക്ക് ചെയ്യുമ്പോൾ നമുക്കറിയാം അതിലൊരു പ്രോഫിറ്റ് ആയിട്ടുള്ള ഒരു ലോട്ടിൽ ഒരു 1,000 rupees പ്രോഫിറ്റ് ബുക്ക് ചെയ്യാനായിട്ട് നമുക്ക് സാധിക്കുകയുണ്ടായി. അപ്പോൾ ഒരു 10 lots ചെയ്യുന്ന ഒരു ക്ലയൻറ്റിനെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ഒരു 10,000 rupees പ്രോഫിറ്റ് ബാങ്ക് നിഫ്റ്റി ഓപ്ഷൻ റൈറ്റിങ്ങിലൂടെ കഴിഞ്ഞ തേഴ്സ്ഡേയിൽ ആ മാർക്കറ്റിൻ്റെ എക്സ്പയറി ഡേയിൽ നമുക്ക് നേടാനായിട്ട് സാധിക്കുകയുണ്ടായി. അടുത്തായി നമുക്കിനി കഴിഞ്ഞ വീക്കിൽ ഞങ്ങളുടെ ട്രേഡിങ്ങിലെ ഒരു പെർഫോമൻസ് ഒന്ന് നോക്കാം. നിഫ്റ്റി ഫ്യൂച്ചറിൽ ഞങ്ങൾക്ക് ലാസ്റ്റ് വീക്കിൽ നമുക്കറിയാം കഴിഞ്ഞ വീക്കിൽ കുറച്ച് വൊളാറ്റിലിറ്റി കൂടുതലായിരുന്നു. അതുകൊണ്ട് തന്നെ നമുക്ക് വളരെ ഒരു ചെറിയ രീതിയിലുള്ള പ്രോഫിറ്റ് മാത്രം നേടാനാണ് നിഫ്റ്റി ഫ്യൂച്ചറിൽ സാധിച്ചിട്ടുള്ളത്. 22 points പ്രോഫിറ്റാണ് കഴിഞ്ഞ വീക്കിൽ നിഫ്റ്റി ഫ്യൂച്ചറിലുള്ളത്. അതുപോലെ നിഫ്റ്റിയുടെ ഓപ്ഷൻസിലാണെങ്കിൽ നെറ്റ് ലോസിലാണ് അവസാനിച്ചിരിക്കുന്നത്. 47 points ലോസിലാണ് നിഫ്റ്റി ഓപ്ഷൻസിൽ ക്ലോസ് ചെയ്തിരിക്കുന്നത്. അതുപോലെ നിഫ്റ്റിയുടെ സ്വിംഗ് പൊസിഷനിൽ ഞങ്ങൾക്ക് കഴിഞ്ഞ വീക്കിൽ നല്ല രീതിയിലൊരു പ്രോഫിറ്റ് നേടാനായിട്ട് ഞങ്ങൾക്ക് സാധിക്കുകയുണ്ടായി. 30th സെപ്റ്റംബറിൽ ഞങ്ങൾക്കൊന്നൊരു നിഫ്റ്റിയുടെ ഒരു ബൈ റെക്കമെൻഡേഷൻ 11,455 ലെവലിൽ ഞങ്ങൾക്ക് എൻട്രി ചെയ്യാനും അതിനുശേഷം 105 points ഫസ്റ്റ് ടാർഗറ്റ് ഞങ്ങൾക്ക് അച്ചീവ് ചെയ്യാനും സാധിച്ചു. അപ്പോൾ ഞങ്ങൾക്ക് ആ ഒരു സ്വിംഗ് പൊസിഷനിൽ എന്ന രീതിയിലുള്ള ഞങ്ങളൊരു 1-2 ദിവസത്തേക്ക് ഹോൾഡ് ചെയ്യാവുന്ന രീതിയിലാണ് നിഫ്റ്റിയുടെ ഈ സ്വിംഗ് പൊസിഷണൽ റെക്കമെൻഡേഷൻ എടുക്കുന്നതെന്നുണ്ടെങ്കിലും അന്ന് തന്നെ ഇൻട്രാഡേയിൽ തന്നെ ഞങ്ങൾക്ക് 105 points പ്രോഫിറ്റ് നേടാനായിട്ട് ഞങ്ങൾക്ക് സാധിക്കുകയുണ്ട്. അപ്പോൾ നിഫ്റ്റി സ്വിംഗ് പൊസിഷനിൽ നമുക്കറിയാം ഒരു ലോട്ട് സൈസ് 75 ആണ്. അതിലൊരു 7,875 പ്രോഫിറ്റ് ബുക്ക് ചെയ്യാനായിട്ട് ഒരു ഒറ്റ ലോട്ടിൽ പ്രോഫിറ്റ് ബുക്ക് ചെയ്യാനായിട്ട് ഞങ്ങൾക്ക് സാധിക്കുകയുണ്ടായി. അതുപോലെ കഴിഞ്ഞ വീക്കിൽ സ്റ്റോക്ക് റെക്കമെൻഡേഷൻസിൽ കുറേയധികം ഓപ്പർച്യൂണിറ്റീസ് ഉണ്ടായിരുന്നു. ഞങ്ങൾ 30th LNTയിൽ ഒരു 14 points പ്രോഫിറ്റ് ബുക്ക് ചെയ്തെങ്കിൽ അതേസമയം ഫസ്റ്റിന് RBL ബാങ്കിൽ 13 points അതുപോലെ LNTയിൽ 13 points പ്രോഫിറ്റും ബുക്ക് ചെയ്യാനായിട്ട് സാധിച്ചിരുന്നു. അതുപോലെ 3rd ഒക്ടോബറിന് BPCL 16 points പ്രോഫിറ്റ് നമുക്ക് നേടാനായിട്ട് സാധിച്ചു. അതുപോലെ വോൾട്ടാസിൽ 5.5 points പ്രോഫിറ്റും അതുപോലെ 4th ഞങ്ങൾക്ക് LNTയിൽ 14 points പ്രോഫിറ്റ് നേടിയപ്പോൾ ടോട്ടൽ ഒരു 75.5 points പ്രോഫിറ്റ് നേടാനായിട്ട് സാധിച്ചു. ഒരു 1000 ക്വാണ്ടിറ്റി സ്റ്റോക്സ് ട്രേഡ് ചെയ്യുന്ന ഒരു ക്ലയൻറ്റിനെ സംബന്ധിച്ചിടത്തോളം ഒരു 75,500 പ്രോഫിറ്റ് നേടാവുന്ന രീതിയിലുള്ള റെക്കമെൻഡേഷൻസ് ആണ് കഴിഞ്ഞ വീക്കിൽ ഞങ്ങൾ നൽകിയിരുന്നത്. അതുപോലെ കഴിഞ്ഞ വീക്കിൽ ഗോൾഡ് കുറേയധികം നല്ല ഫ്ലക്ച്വേഷൻസ് ഉണ്ടായിരുന്നു. ഞങ്ങൾക്ക് നല്ല രീതിയിലുള്ള പ്രോഫിറ്റ് നേടാവുന്ന രീതിയിലുള്ള റെക്കമെൻഡേഷൻസ് ഗോൾഡിൽ നമുക്ക് നൽകാൻ സാധിക്കുകയുണ്ടായി. ഗോൾഡിൽ നമ്മുടെ സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള റെക്കമെൻഡേഷൻസ് ഞങ്ങൾ ഗോൾഡ് മിനിയിലാണ് നൽകുന്നത്. നവംബർ കോൺട്രാക്റ്റിലാണ് ഇപ്പോൾ ട്രേഡിംഗ് നടക്കുന്നത് നമുക്കറിയാം. അപ്പോൾ ആ കോൺട്രാക്റ്റിൻ്റെ കഴിഞ്ഞ വീക്കിൽ ഞങ്ങൾക്ക് മൺഡേയിൽ 200 points സെക്കൻഡ് ടാർഗറ്റ് അച്ചീവ് ചെയ്തിരുന്നു. അതുപോലെ ട്യൂസ്ഡേയിൽ 270 points സെക്കൻഡ് ടാർഗറ്റ് അച്ചീവ് ചെയ്യുകയുണ്ടായി. അതുപോലെ തേഴ്സ്ഡേയിൽ അന്ന് പെട്ടെന്നുള്ള ഒരു ഫ്ലക്ച്വേഷനിൽ ഞങ്ങളുടെ സ്റ്റോപ്പ് ലോസ് ട്രിഗർ ആവുകയുണ്ടായി. അതേസമയം ഫ്രൈഡേയിൽ 130 points ഒരു ഫസ്റ്റ് ടാർഗറ്റും ഞങ്ങൾക്ക് പ്രോഫിറ്റ് ബുക്ക് ചെയ്യാൻ സാധിച്ചു. 430 points പ്രോഫിറ്റാണ് ഞങ്ങൾ കഴിഞ്ഞ വീക്കിൽ ബുക്ക് ചെയ്തിരുന്നത്. അതിൽ നമുക്കറിയാം ഒരു 10 lots ചെയ്യുന്ന ക്ലയൻറ്റിനെ സംബന്ധിച്ചിടത്തോളം 43,000 പ്രോഫിറ്റ് ഗോൾഡ് മിനി 10 lots ചെയ്യുകയാണെങ്കിൽ നേടാവുന്ന രീതിയിലുള്ള വളരെ നല്ല റെക്കമെൻഡേഷൻസ് ആണ് ഞങ്ങൾ ഗോൾഡ് മിനിയിൽ കഴിഞ്ഞ വീക്കിൽ ഞങ്ങൾക്ക് നൽകാൻ സാധിച്ചത്. നമുക്ക് ഷോർട്ട് ടൈമിൽ ഇൻവെസ്റ്റ്മെൻറ്റിന് വേണ്ടിയിട്ടുള്ള സ്റ്റോക്കുകളെ ആണ് നമ്മൾ പലപ്പോഴും റെക്കമെൻഡ് ചെയ്യാറുള്ളത്. എനിക്ക് ഏറ്റവും കൂടുതൽ ഇപ്പോൾ റിക്വസ്റ്റുകൾ കിട്ടുന്നതും യെസ് ബാങ്ക് എന്നുള്ള സ്റ്റോക്കിനെ കുറിച്ചുള്ള എൻ്റെ അഭിപ്രായമാണ് പലരും ചോദിക്കുന്നത്. നമുക്കറിയാം ഇപ്പോൾ നിങ്ങൾ കാണുന്നത് യെസ് ബാങ്കിൻ്റെ ചാർട്ടാണ്. യെസ് ബാങ്ക് നമുക്കറിയാം കഴിഞ്ഞ ഓഗസ്റ്റ് 2018
404 ലെവലിലാണ് ഈ സ്റ്റോക്ക് ട്രേഡ് ചെയ്തിരുന്നത്. നമുക്കറിയാം റിസർവ് ബാങ്ക് ബാങ്കിൻ്റെ സിഇഒയെ മാറ്റണം എന്നുള്ള കണ്ടീഷൻ വെച്ചതോടുകൂടിയാണ് സ്റ്റോക്കിൻ്റെ കറക്ഷൻ ആരംഭിക്കുന്നത്. അതിനുശേഷം വളരെ നല്ല ബാങ്കായിരുന്നു. ആ ബാങ്കിന് കുറേയധികം നെഗറ്റീവ് ന്യൂസുകൾ വരികയും അവരുടെ NPA പ്രൊവിഷൻസൊക്കെ കുറേയധികം കൂടുകയൊക്കെ ചെയ്യുകയുണ്ടായി. പിന്നീടാണ് കമ്പനിക്ക് ഒരു പുതിയൊരു CEO വന്നതിന് ശേഷം അവർ കുറേയധികം ബാങ്കിൻ്റെ പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാനായിട്ടുള്ള ശ്രമങ്ങൾക്കിടയിലും ബാങ്കിൻ്റെ സ്റ്റോക്സിൽ കുറേയധികം പ്ലെഡ്ജഡ് സ്റ്റോക്സും എല്ലാം മാർക്കറ്റിലേക്ക് സെല്ലിങ് വന്നപ്പോൾ കഴിഞ്ഞ വീക്കിൽ ഈ സ്റ്റോക്ക് 29 എന്നൊരു ലോ സെറ്റ് ചെയ്യുകയുണ്ടായില്ലേ. 404 നിന്നും നിഫ്റ്റിയിലുള്ള ഒരു സ്റ്റോക്കാണ് യെസ് ബാങ്ക്. ആ സ്റ്റോക്ക് 29 ലെവലിലേക്ക് വരികയുണ്ടായി. ഇപ്പോൾ കഴിഞ്ഞ വീക്കിൽ ഈ ബാങ്കിൻ്റെ CEO അദ്ദേഹം കുറച്ച് ക്ലാരിഫിക്കേഷൻസ് റവനീത് ഗില്ല് കുറച്ച് അഷുറൻസ് കഴിഞ്ഞ ഒരു പ്രസ് കോൺഫറൻസിൽ നൽകുകയുണ്ടായി. അദ്ദേഹം പറഞ്ഞത് കമ്പനിയുടെ ഫിനാൻഷ്യൽ കമ്പനിയുടെ അസറ്റ് ക്വാളിറ്റി നല്ല രീതിയിൽ തന്നെയാണ് മെയിൻറ്റെയിൻ ചെയ്തു പോകുന്നത്. അതുപോലെ നല്ല രീതിയിലുള്ള ലിക്വിഡിറ്റി പൊസിഷൻ കമ്പനിക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ സാധിക്കുന്നുണ്ട് എന്നും അദ്ദേഹം പറയുകയുണ്ടായപ്പോൾ അന്നൊരു 33% ഒരു റിക്കവറി നമ്മൾ മാർക്കറ്റിൽ കണ്ടു. എന്തായാലും നമുക്കറിയാം കമ്പനിയുടെ ലിക്വിഡിറ്റി കവറേജ് റേഷ്യോ 125% എന്നുള്ളതും അത് ഗവൺമെൻറ് റെഗുലേറ്ററി റിക്വയർമെൻ്റ് 100%-നേക്കാൾ മുകളിലാണ് എന്നുള്ളൊരു കാര്യം അദ്ദേഹം ഡിക്ലെയർ ചെയ്ത് പ്രത്യേകം നോട്ട് ചെയ്യേണ്ട ഒരു പോയിന്റ് കൂടിയാണ്. എന്തായാലും നമുക്ക് ഈ യെസ് ബാങ്കിൻ്റെ മറ്റുള്ള ഫിനാൻഷ്യൽ പെർഫോമൻസ് കൂടെ ഒന്ന് നോക്കാം. ഒരു പക്ഷേ നിങ്ങൾക്കത് നോട്ട് ചെയ്തിട്ടുണ്ടാവില്ലായിരിക്കും എന്ന് കരുതിയിട്ടാണ് ഞാനിതിൽ പ്രസൻറ്റ് ചെയ്യുന്നത്. നമുക്ക് നോക്കൂ, ഈ ബാങ്കിൻ്റെ പ്രോഫിറ്റബിലിറ്റി നോക്കുമ്പോൾ നമുക്ക് ഫിനാൻഷ്യൽ പ്രോഫിറ്റ്സ് നോക്കുമ്പോൾ നമുക്ക് നോക്കൂ, മാർച്ച് 15 ഈ കമ്പനി യെസ് ബാങ്ക് ഡിക്ലെയർ ചെയ്തിരുന്നത് 1997 crores പ്രോഫിറ്റാണ്. അതുപോലെ മാർച്ച് 16 2529 പ്രോഫിറ്റാണ് ഡിക്ലെയർ ചെയ്തിരുന്നത്. അതുപോലെ മാർച്ച് 17 3339 പ്രോഫിറ്റാണ് ഡിക്ലെയർ ചെയ്തിരുന്നത്. മാർച്ച് 18 4233 പ്രോഫിറ്റാണ് ക്രോർസിൻ്റെയാണ് പ്രോഫിറ്റ് ഡിക്ലെയർ ചെയ്തിരുന്നത്. അതുപോലെ മാർച്ച് 19 1709 crores പ്രോഫിറ്റ്, അതായത് കഴിഞ്ഞ വർഷവും 1709 crores പ്രോഫിറ്റാണ് ഡിക്ലെയർ ചെയ്തിരുന്നത്. അതുപോലെ കഴിഞ്ഞ ഇമീഡിയറ്റ് ക്വാർട്ടറിൽ ജൂൺ 19 ക്വാർട്ടറിൽ 95.56 crores പ്രോഫിറ്റാണ് യെസ് ബാങ്ക് ഡിക്ലെയർ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഞാൻ ഒരു കോൺട്രേറിയൻ വ്യൂവിലാണ് ഞാൻ സംസാരിക്കുന്നത്. ഞാൻ ഇമ്മീഡിയറ്റ് ആയിട്ട് ഈ സ്റ്റോക്കിൽ ഇൻവെസ്റ്റ് ചെയ്യാനായിട്ടുള്ള സജസ്റ്റ് ചെയ്യുകയല്ല. പക്ഷേ നോക്കൂ, ഞാൻ ഒരു കോൺട്രറി പലരും സ്റ്റോക്കിൽ നിന്നും ഭയന്ന് മാറി നിൽക്കുകയാണ് അല്ലേ. അപ്പോൾ നമുക്ക് കാണാൻ സാധിക്കും ഈ സ്റ്റോക്കിൽ പ്ലെഡ്ജ്ഡ് സ്റ്റോക്സ് സെല്ലിങ് വരുമ്പോൾ ഓവർ സോൾഡ് സിറ്റുവേഷനിലേക്ക് പല സ്റ്റോക്കുകളും പോകാറുണ്ട്. എന്തായാലും ഒരു 40 ലെവലിലാണ്, ഇപ്പോൾ 42 ലെവലിലാണ് ഫ്രൈഡേയിൽ ഈ സ്റ്റോക്ക് ക്ലോസ് ചെയ്തിട്ടുള്ളത്. നമുക്കൊരു താഴെ ലെവലിലേക്ക് ഈ സ്റ്റോക്കിൽ ഒരു ഫുൾ റിസ്ക് എടുത്തുകൊണ്ടുള്ളൊരു ഇൻവെസ്റ്റ്മെൻറ്റിന് കൺസിഡർ ചെയ്യാവുന്നൊരു ടൈമായി എന്ന് തന്നെയാണ് ഞാൻ കൺസിഡർ ചെയ്യുന്നത്. പ്രത്യേകിച്ചും സിറ്റി ബാങ്ക് പോലെയുള്ള റിസർച്ച് സർവീസുള്ള അവരെല്ലാം ഈ സ്റ്റോക്കിൽ സെയിൽ റെക്കമെൻഡേഷൻ വളരെ അവിചാരിതമായിട്ട് കഴിഞ്ഞ ദിവസം നൽകുന്നത് കാണുകയുണ്ടായി. അവരൊക്കെ അത് ബൈ ചെയ്യുന്ന സമയത്താണ് പലപ്പോഴും ഈ ഇതുപോലെയുള്ള സെയിൽ റെക്കമെൻഡേഷൻസ് ഒക്കെ കാണാറുള്ളത്. അതുകൊണ്ട് തന്നെ ഒരിക്കലും ഒരു 5% കൂടുതലുള്ള ഒരു ക്യാപിറ്റൽ ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ടുള്ള റിസ്ക് എടുക്കാനല്ല ഞാൻ പറയുന്നത്. പക്ഷേ യെസ് ബാങ്ക് ഒരു പക്ഷേ നമുക്കൊരു 6 മാസമോ അല്ലെങ്കിൽ 1 year ഹോൾഡ് ചെയ്യാൻ സാധിക്കും എന്നുള്ളവർ മാത്രമാണ് ആ റിസ്ക് എടുക്കേണ്ട കാര്യമുള്ളൂ. അങ്ങനെയുള്ളവരെ സംബന്ധിച്ചിടത്തോളം ഈ ലെവലിലൊരു മാക്സിമം പോയാൽ ഇനി എത്രയാണ് 10 rupees വരെയൊക്കെ പോവുമായിരിക്കും. അത് ആൻറ്റിസിപ്പേറ്റ് ചെയ്തുകൊണ്ട് തന്നെ നമ്മളൊരു അറിഞ്ഞുകൊണ്ട് എടുക്കുന്ന ഒരു റിസ്ക് ആയിട്ട് ചെയ്യാവുന്ന ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് തന്നെയാണ് യെസ് ബാങ്ക്. കാരണം 404 നിന്നുള്ള സ്റ്റോക്ക് ഒരു 40 ലെവലിലാണ് ഇപ്പോൾ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്നതെന്നും അവിടെ നിന്ന് മാക്സിമം പോയാൽ ഇനി താഴേക്ക് എത്ര പോകാനുണ്ട് എന്നുള്ളത് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ എടുക്കുന്ന ഒരു റിസ്ക് നിഫ്റ്റിയിലുള്ള സ്റ്റോക്കും ഇത്രയും പ്രോഫിറ്റ് ഉള്ള ഒരു സ്റ്റോക്കിലും ആ ഒരു റിസ്ക് എടുക്കാനായിട്ട് നമുക്ക് അങ്ങനെ ഒരു കോൺട്രറി വ്യൂവിൽ ചെയ്യാവുന്നൊരു സ്റ്റോക്ക് എന്നുള്ള രീതിയിൽ നമുക്ക് യെസ് ബാങ്കിനെ കൺസിഡർ ചെയ്യാവുന്നതാണ്. എന്തായാലും ഒരു ഹ്യൂജ് എമൗണ്ട് ഒരിക്കലും ഇതിൽ കമ്മിറ്റ് ചെയ്യേണ്ട, കാരണം കമ്പനിയിൽ കുറേയധികം ഇഷ്യൂസ് ഉണ്ട്. അത് കഴിഞ്ഞ് മാർക്കറ്റിലൊരു ഒരു സമയം ഒരു പക്ഷെ കൂടുതൽ എടുത്തേക്കാം. പക്ഷെ നമ്മൾ അത് പ്രിപ്പയർ ചെയ്തു, അത് ആൻറ്റിസിപ്പേറ്റ് ചെയ്തുകൊണ്ട് തന്നെ നമുക്കിങ്ങനെ ഒരു റിസ്ക് എടുത്തുകൊണ്ട് ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് യെസ് ബാങ്കിനെ കൺസിഡർ ചെയ്യാം എന്ന് തന്നെയാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതുപോലെ നമുക്കിനി കൊമക്സ് ഗോൾഡിൻ്റെ ഒരു നെക്സ്റ്റ് വീക്കിലൊരു വ്യൂ ഒന്ന് നോക്കാം. നമുക്ക്
കാണാൻ സാധിക്കും കഴിഞ്ഞ ദിവസം കൊമക്സിലെ ഗോൾഡ് 1475 താഴേക്ക് കറക്റ്റ് ചെയ്തിരുന്നെങ്കിൽ നമ്മളവിടെ ഒരു കഴിഞ്ഞ വീക്കിൽ നമ്മൾ ഡിസ്കസ് ചെയ്തതാണ് അതൊരു സപ്പോർട്ട് ലെവലായിട്ട് വർക്ക് ചെയ്യുമെന്നുള്ളത്. ആ 1475 ലെവലിൽ നിന്നും റീബൗണ്ട് ചെയ്ത് ഓൾമോസ്റ്റ് ഒരു 1517 ലെവലിലൊക്കെയാണ് കഴിഞ്ഞ ദിവസം ട്രേഡ് ചെയ്തുകൊണ്ടിരുന്നത്. നെക്സ്റ്റ് വീക്കിൽ നമുക്ക് ട്രേഡിംഗ് സ്ട്രാറ്റജി ആയിട്ട് എടുക്കാവുന്നത് 1500 മുകളിലാണെങ്കിൽ 1500 മുകളിൽ ഹോൾഡ് ചെയ്യാൻ സാധിക്കുകയാണെങ്കിൽ ഗോൾഡ് 1524ലേക്കും ആ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്ത് മുകളിലേക്ക് പോവുകയാണെങ്കിൽ 1550ലേക്കും കൊമക്സ് ഗോൾഡ് ഡിസംബർ മൂവ് ചെയ്യുമെന്ന് തന്നെയാണ് ഞാൻ എക്സ്പെക്ട് ചെയ്യുന്നത്. അതേസമയം 1500 ബ്രേക്ക് ചെയ്ത് താഴേക്ക് പോവുകയാണെങ്കിൽ 1490 ആയിരിക്കും ഫസ്റ്റ് സപ്പോർട്ട്. അതിന് താഴെ കഴിഞ്ഞ വീക്കിലുണ്ടായിരുന്ന ആ ഒരു സപ്പോർട്ട് ലെവലായ 1475ലേക്ക് താഴേക്ക് മൂവ് ചെയ്യും. അവിടെയും സപ്പോർട്ട് ലഭിക്കാതിരിക്കുകയാണെങ്കിൽ നെക്സ്റ്റ് സപ്പോർട്ടായിട്ട് നിലനിൽക്കുക 1446 എന്നുള്ള ഒരു പോയിന്റ് ആയിരിക്കും. നമുക്കിനി അടുത്തതായിട്ട് നമുക്ക് നെക്സ്റ്റ് വീക്കിൽ ടെക്നിക്കൽ ബ്രേക്ക്ഔട്ടുള്ള ട്രേഡിങ്ങിന് കൺസിഡർ ചെയ്യാവുന്ന സ്റ്റോക്കുകളിൽ നിന്ന് നോക്കാം. ഈ സ്റ്റോക്കുകൾ BPCL, IOC, അവന്യൂ സൂപ്പർ മാർക്സ്, മുത്തൂറ്റ് ഫിനാൻസ്, ടൈറ്റാൻ, മണപ്പുറം ഫൈനാൻസ്, IGL, അതുപോലെ തന്നെ വോൾട്ടാസ് എന്നീ സ്റ്റോക്കുകളാണ്. ഈ സ്റ്റോക്കുകൾ ട്രേഡിങ്ങിനുള്ളതാണ്, ഇൻവെസ്റ്റ്മെൻറ്റിനുള്ളതല്ല. താങ്ക് യു.